അപ്പൊ എന്റെ കാര്യോ? അതൊക്കെ ശരിയാക്കാം. ഞാനങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ദിവസവും 100 വട്ടം വിളി അവിടുന്ന്. ഞാൻ ചെല്ലാതെ ഒന്നും അവിടെ നടക്കില്ലെന്ന അവസ്ഥയാ. ഓ, നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. എന്താണ്? എന്താന്ന് പറ. ഒരബദ്ധം പറ്റി. അല്ല, പറ്റുമെന്ന് എനിക്കറിയാം. എന്താ? വല്ല ഒപ്പിച്ചോ? കാര്യം പറ. ഞാൻ അവിടെ പോയി. എവിടെ? രാജപ്പന്റെ വീട്ടിൽ. എടാ ഭയങ്കര, നീ ആള് കൊള്ളാമല്ലോ. എന്നിട്ട് വിസയുടെ കാര്യം വല്ലതും നടന്നോ? ഇല്ല. പിന്നെ എന്തിനാ അവിടെ പോയത്? അത് പോട്ടെ, എന്തോന്ന് അബദ്ധം പറ്റിയത്? താമസം ഉണ്ടെന്ന് പറഞ്ഞു. തൊലച്ചോ? ഓ, ഒരു മഹാകാര്യം. നീ എന്റെ എല്ലാ പദ്ധതിയും കളഞ്ഞു കുളിച്ചല്ലോ. ഒരു നല്ല അവസരമാണ് നീ നഷ്ടമാക്കിയത്. എത്ര രൂപ കിട്ടേണ്ടതായിരുന്നു നിനക്കറിയാമോ? ഇനിയിപ്പോ അവൻ നാട്ടിപ്പാട്ടാക്കുമോ എന്നാ എന്റെ പേടി. അതെങ്ങനെയെങ്കിലും പോട്ടെ, അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. നീ അതൊന്നുകൂടെ നോക്ക്. ഏത്? എടാ ദിനേശ്. അയാളോ? ആ ദിനേശ് വലിയ വാശിക്കാരനാ. അയ്യടാ, അയാളുടെ ഒരു ദേഷ്യം. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ദിവസവും രാവിലെ അയാളെ കണ്ട് ഗൾഫിലെ വരുമാനത്തെ പറ്റി പറഞ്ഞു മനസ്സ് മാറ്റിയെടുക്ക്. കിഴങ്ങൻ. അല്ല, നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല. എടാ, നിനക്കൊന്നുകൂടെ ശ്രമിച്ചു നോക്കിക്കൂടെ? നോക്കാം. അങ്ങനെ വഴിക്കുക. ചെല്ല്. വിജയീ ഭവ, സന്തോഷീ ഭവ. ശേനകുട്ടി, ഹരിയുടെ കാര്യം ഓക്കെ. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. അതെ, അതറിയാവുന്നോണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് തപ്പി വന്നത്. അതെന്താ, എന്നെ വിശ്വാസമല്ലേ? എനിക്ക് എന്റെ കാശ് തന്നേക്ക്. അതെന്ത് വർത്താനമാ? കാശ് അറബിയുടെ കയ്യിലാ. അയാൾക്ക് ഒരു നേരത്തെ കാപ്പ് കുടിക്കില്ല. അല്ലേ, വേണ്ട, ഞാൻ ആ കാശ് തിരിച്ചു തന്നേക്കാം. തിരിച്ചു തന്നേക്ക്. 2 ദിവസം മതി. ഞാൻ ആ പണം തിരിച്ചു തന്നിരിക്കും. 2 ദിവസം? ശരി, അതിനപ്പുറം പോരുത്. പോയാലുണ്ടല്ലോ, എനിക്കറിയാം എന്താ വേണ്ടെന്ന്. ഗൾഫ് എന്ന് കേൾക്കുമ്പോൾ ഒരു തരം ഇളക്കവാ. എന്നാ ക്ഷമയുണ്ടോ? അതൊട്ടില്ല താനും. ഞാൻ ഈ കാശ് കൊടുക്കും. തീർന്നല്ലോ. രാജമ്മ ചേച്ചി എന്ത് പണി എങ്ങനെ കാണിച്ചത്? എന്ത് പറ്റി? ആ ചെറുക്കൻ പനിച്ച് തുള്ളി ഒരേ ഒരു കിടപ്പാ. ഏത് ചെക്കന്റെ കാര്യം ശേരൻകുട്ടിയെ? ഓ, ചേച്ചിയൊന്നും അറിയാത്ത പോലെ. മഹേഷ് തൊട്ടു തൊട്ടില്ല തൊട്ടു. ഓ, ഇപ്പൊ പിടികിട്ടി. ആ പാവത്തിന് ശേരൻകുട്ടിയല്ലേ ഇങ്ങോട്ട് വിട്ടത്? അയ്യോ, പറഞ്ഞു വിട്ടൊന്നുമല്ല. പാവം, അവനൊരാഗ്രഹം കൊണ്ട് വന്നല്ലേ. കയറുന്നില്ലേ? ഇപ്പൊ ഒട്ടും സമയമില്ല. ഞാൻ പോയി പിന്നെ വരാം. അയ്യപ്പൻ ചേട്ടോ, ഇന്ന് എവിടെയായിരുന്നു മേളം? എന്തോന്ന് മേളം? ബാങ്കുകാരുടെ ജെറ്റിക്ക് പോയതാ. ഈ കൊട്ടുകൊട്ടി എന്റെ വീടിന്റെ ജെറ്റിക്ക് ഞാൻ തന്നെ ഒരു ദിവസം കൊട്ടേണ്ടി വരും. ഈ ചേട്ടൻ്റെ ഒരു തമാശ. പറട്ടെ.
Shine at the champion, chat the apprentice. Cause you still make them come in. Make culture. You're weak. Wine the dice, them a licky, them. Now I'm telling you this. Sweet Romeo. എവിടം വരെയായി കഥയെഴുത്തൊക്കെ? അത് ഞാൻ വെറുതെ എഴുതി തീർന്നില്ല. ആ, തീർന്നിട്ട് എനിക്കൊന്ന് വായിക്കാൻ തരണം. ഉം. ആരതി ഇന്നലെയും പറഞ്ഞു അച്ഛൻ ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ആ, അവൾക്കത് പറയാം. പാടത്തും പറമ്പിന്നും കേറിയിട്ട് വേണ്ടേ സമയം? അത് തന്നെയല്ല, സമാധാനക്കേടിന്റെ ആവശ്യമില്ലല്ലോ. അവൾ ഇവിടെ അല്ലേ നിൽക്കുന്നത്. രാഘവനാരുടെ കത്തൊക്കെ വരാറുണ്ടല്ലോ. ഉവ്വ്, എല്ലാ കത്തിലും മാഷ തിരക്കാറും ഉണ്ട്. ആ, വരൂ അച്ഛാ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, അപ്പോഴേക്ക് ഞാൻ ചായ എടുക്കാം. എങ്ങനെയുണ്ട് മോളെ? ഇവിടെ ഒക്കെ നിനക്ക് ഇഷ്ടമായോ? ഉവ്വച്ച, നല്ല നാട്, നല്ല ആൾക്കാര്. പിന്നെ വീട്ടിലെങ്ങനെ? അമ്മയ്ക്ക് സിന്ധുവിനും വിശേഷമൊന്നുമില്ലല്ലോ? ഏയ്, നിന്റെ കാര്യം ഓർത്തിട്ടുള്ള വിഷമേ ഉള്ളൂ. ഇപ്പൊ തന്നെ അമ്മ കൂടെ പോരാൻ ഒരുങ്ങിയതാ. എന്നിട്ടെന്താ പോരാഞ്ഞത്? നല്ല വിശേഷായി. നീ എന്താ ഒന്നും അറിയാത്ത പോലെ? ഇത്രയും ദൂരം അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? പിന്നെ അത് മതി ഒരാഴ്ചത്തേക്ക്. അയ്യോ, മാഷ് എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്നേ? കുറച്ച് കാച്ചിയ എണ്ണയും കണ്ണിമാങ്ങാച്ചാറുവാ. ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞതാ, ഇവളുടെ അമ്മ സമ്മതിക്കണ്ടേ. വല്ലാത്ത ക്ഷീണം മോളെ. ഇത്തിരി വെള്ളം ചൂടാക്ക്, അച്ഛനൊന്ന് കുളിക്കണം. അപ്പോ ശേഖരേട്ടൻ അവിടെ സ്വന്തം കാറൊക്കെ ഉണ്ടോ? കാറോ? ഒന്നല്ല, 2. ഓഫീസിൽ പോകാനൊന്ന്, മറ്റേത് അവധി സമയങ്ങളിൽ എനിക്കൊന്ന് ചുറ്റി നടക്കാൻ. അറബിയാ ഡ്രൈവർ, അറബി. ആ, ഞാനിങ്ങനെ പുറകില് മലർന്നിങ്ങനെയൊക്കെ. അയ്യോ, നീ അവിടേക്ക്, ഞാനിപ്പോ വരാം. മഹേഷേ, നീ ശേഖരൻകുട്ടിയെ കണ്ടോ? ഇല്ല. ഞാൻ കണ്ടോളാം. ഓ, ശല്യം, ഭയങ്കര ശല്യം. മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ തോന്നുന്നു ഇതൊന്നും വേണ്ടിയിരുന്നില്ലാണ്. അതെന്താ? ഇതല്ലേ പാകം. 2 3 ആണേ പോട്ടെ, ശരിയാക്കാം. ഇത് അതാണോ? കാണുന്നവനും കേൾക്കുന്നവനും ഒക്കെ ഗൾഫിൽ പോണം. അതിനൊക്കെ ഈ ശേഖരൻകുട്ടി വേണം. അതിനെന്താ, ഒരുപാട് കാശ് കിട്ടില്ലേ? കാശ് ആർക്ക്? എനിക്കോ അതോ അറബിക്കോ? 10-250 എണ്ണക്കിണറുള്ള അറബിക്ക് എന്തിനാണ് നക്കാപ്പിച്ച കാശ്? ആ, നീ ഏതായാലും ബാ. ഗുഡ് മോർണിംഗ് മാഷേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? നല്ലത് തന്നെ. മാഷെപ്പോഴെത്തി? രാവിലെ എത്തി. ഇവിടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നാളെ ആയില്ലേ, എല്ലാരെയും ഒന്ന് കാണാന്ന് കരുതി. മാഷ് ഇന്ന് തന്നെ പോ. പറഞ്ഞു വിടാൻ ധൃതി ആയോടൂ. അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ മാഷെ. ഞാൻ വെറുതെ പറഞ്ഞല്ലേടൂ. ആ, എന്തായാലും ഇന്ന് മടക്കില്ല, നാളെ രാവിലെ ഉള്ളൂ. മാഷിന്റെ മോള് മാഷിനെ പോലെ തന്നെയാണെന്ന് അഭിപ്രായം. അതെന്താ? അത് എന്റെ മോൻ ആരതി ടീച്ചറിന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ടീച്ചറിനെ വലിയ കാര്യമാണ്. ആ. ഞങ്ങൾക്കും മാഷ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആ ചെക്കൻ വീട്ടിലുണ്ടോ മാഷേ? ആര്? മഹേഷോ? രാവിലെ ആരുടെ കൂടെ പോയതാണെന്നാ പറഞ്ഞേ. ശേഖരൻകുട്ടിയുടെ കൂടെ ആവും. ഏത് ശേഖരൻകുട്ടി? നമ്മുടെ നാണുപിള്ളയുടെ മോൻ. പിന്നെ മാഷിനോട് ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്താ? മഹേഷിന്റെ കാര്യമാണ്. മഹേഷിന്റെ കാര്യോ? അതേ മാഷേ, ഈ ശേഖരൻകുട്ടി ആള് ശരിയല്ല. അയാൾക്കില്ലാത്ത ദുശീലങ്ങളൊന്നുമില്ല.
അയാളുടെ കൂടെ കൂടി ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും പയ്യന് ഉണ്ടാകണ്ട എന്ന് ഓർത്ത് പറഞ്ഞതാ. ഗൾഫിലേക്ക് പോകാൻ വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മഹേഷ് മുഖാന്തരം ശേഖരൻകുട്ടി 2-3 പേരോട് കാശ് വാങ്ങിയിട്ടുണ്ട്. നേരോ? അതെ മാഷെ, മാഷിനറിയാലോ ഈ വിസ കേസൊക്കെ ഇത്തിരി ഗൗരവമുള്ള കാര്യമാണെന്ന്. അതിനിപ്പോ ഞാൻ മാഷ് അവനെ ഒന്ന് ഉപദേശിക്കണം. അവനോട് സംസാരിക്കാന്നല്ലാതെ. അത് മതി, മാഷ് പറഞ്ഞാ അവന് മനസ്സിലാവും. നോക്കട്ടെ, എന്നാ ഞാൻ വരട്ടെ. ശരി.